ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റയാണ്. ഇറാൻ ഒരു സമാധാന ചർച്ചയ്ക്കുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികം സംസാരിക്കാണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ കൺക്ലൂഡ് ചെയ്ത് പോകുന്നുണ്ട്. സാധാരണമായിട്ട് പുള്ളിക്കാരൻ ഒരുപാട് സംസാരിക്കാറുണ്ട്, ഒരുപാട് പ്രൊവോക്കിംഗ് ആയിട്ട് പോകാറുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസത്തിനായിട്ട് അങ്ങനെ ഒരു പ്രൊവോക്കേഷൻ ഒന്നും കണ്ടില്ല. സോ അത് തന്നെ വലിയൊരു റീസണായിരുന്നു. ഇറാൻ ഒരു ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ US-ന് ഹോർമസ് കടലിടുക്ക് ക്ലോസ് ചെയ്ത് കിടക്കുമ്പോൾ പോലും ഈ യുദ്ധം തീർക്കണം എന്നുണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഒരു പോസിറ്റീവ് ടോക്ക് വന്ന സിറ്റുവേഷനിൽ ഡൗ ജോൺസ് ഓൾമോസ്റ്റ് ഒരു 1000 പോയിൻറ്റ്സ് കയറി. മറ്റ് മാർക്കറ്റുകൾ അത്യാവശ്യം നല്ലൊരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മുടെ മാർക്കറ്റും അത്യാവശ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നല്ലൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സെക്ടർ സ്റ്റോക്സും അതിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ നിൽക്കുമായിരുന്നു. അതായത് ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള സപ്പോർട്ടിൻ്റെ ടച്ച് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. ചിലത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. HDFC ബാങ്കൊക്കെ 740 720 റേഞ്ച് ആയിരുന്നു. അത് 740 ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 720 ബ്രേക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല സ്റ്റോക്സും ഇറ്റ് വാസ് അറൗണ്ട് 27% ഡൗൺ. അപ്പോൾ പല സ്റ്റോക്സും ഇന്നലെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിനുള്ളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. മാർക്കറ്റ് ഡൗൺ ആണ്, സ്റ്റോക്സ് ഡൗൺ ആണ്, അതിൻ്റെ സപ്പോർട്ട് എത്തിയിട്ടുണ്ട്, പക്ഷേ ബൈ ചെയ്യാനുള്ള ഒരു റീസൺ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ഇത് റീസൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഞാനൊരു എൻ്റെ കയ്യിൽ ബാക്കിയിരിക്കുന്ന ക്വാണ്ടിറ്റീസിൽ, അതായത് ബാക്കിയിരിക്കുന്ന ക്യാപിറ്റലിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് ഞാൻ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാകും, അതായത് ഡിപ്ലോയ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് എത്രത്തോളം എന്നുള്ളത് ഇതുവരെ കൺഫേം അല്ല. ഇന്ന് മാർക്കറ്റ് എങ്ങനെ കയറുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ അതിൻ്റെ ഫർദർ ഡിപ്ലോയ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇന്ന് 8 ഒരു സെക്കൻഡ് മാർക്കൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഓക്കെ, പുതിയ ഫിനാൻഷ്യൽ ഇയറാണ്. അപ്പോൾ മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ടിൽ തന്നെയാണ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് അത്യാവശ്യം ആദ്യത്തെ ഒരു AI ഫിയറിന് ശേഷം, അതിനുശേഷം മാർക്കറ്റിലെ ഒരു ഇറാൻ വാറിൻ്റെ ഒരു ഫിയറിന് ശേഷം മാർക്കറ്റ് ഓൾമോസ്റ്റ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. 22,000 റേഞ്ച് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 22,000 കഴിഞ്ഞാൽ പിന്നെ 20,000 ഉണ്ടായിരുന്നുള്ളൂ. അത് ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി കാണുമ്പോൾ ഒരിക്കലും ബ്ലൈൻഡായിട്ട് ആ ഒരു പോസിറ്റിവിറ്റിയെ അബ്സോർബ് ചെയ്യരുത്. ബിക്കോസ് മാർക്കറ്റിൻ്റെ ഓരോ ഷോക്ക് അബ്സോർബ് ചെയ്യുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള സാധാരണ ട്രേഡേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ അബ്സോർപ്ഷൻ ചെയ്യുന്നതിന് പകരം വളരെ കംഫർട്ടബിളി, വളരെ സേഫ്ലി ചിന്തിക്കുക. ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കരാർ ഒപ്പിട്ടതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു തോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഫണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഡിസിഷൻ എത്തിയിട്ടില്ല, എന്തെങ്കിലും ഒരു ട്രിഗർ മതി ഈ ഒരു കരാറിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു പോസിറ്റിവിറ്റി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സാധാരണ ഇങ്ങനെ തന്നെയാണ് മാർക്കറ്റിൽ അടുത്തൊരു എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുന്ന, അടുത്തൊരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ദിവസമൊക്കെ എന്തെങ്കിലും ഒരു ന്യൂസ് കൊണ്ടുവന്നിട്ട് അവർ മാർക്കറ്റിനെ പോസിറ്റീവാക്കി നിർത്താൻ ശ്രമിക്കും, നമ്മളെ കൊണ്ട് ബൈ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ബൈ ചെയ്യാണ്ടിരിക്കുക, ചെറിയ പോർഷൻസ് ബൈ ചെയ്ത് തുടങ്ങുക. ഞാനും അങ്ങനെ ഒരു പാറ്റേണിലാണ് ചിന്തിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാലിഡിറ്റി ഇല്ല, ഒരു ഡേറ്റ ഇല്ല നമുക്ക് 100% മേടിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു പോസിറ്റിവിറ്റിയുടെ കൂടെ നല്ല സ്റ്റോക്സ് മാത്രം മേടിച്ച് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോക്കുള്ളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക നമുക്കൊരു ലോങ് ടേമിൽ ഈ വാറിന് ശേഷം ഒരു ലോങ് ടേമിലേക്ക് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യും എന്നുള്ളതാണ്. കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട്, അത്യാവശ്യം കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അവിടെ പേഴ്സണലി ഫീൽ ചെയ്ത കുറച്ച് സ്റ്റോക്സാണ്. ഞാൻ ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഐഡിയ, എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഐഡിയയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടേതായ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടേതായ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ബന്ധപ്പെടുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യത്തെ ഒരു ആദ്യത്തെ ഫേസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റോക്സ് എന്ന് പറയുന്നത്, ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മുടെ
എന്താ പറയുക, പബ്ലിക് സെക്ടർ കമ്പനീസ് ഉണ്ട്, കുറച്ചധികം ഒരു 10-12 ഉണ്ട്. അപ്പോൾ ആ ഡിവിഡൻ തരുന്ന കുറച്ച് കമ്പനീസിലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം അടുത്ത ഒരു സെക്ടർ എന്ന് പറയുന്നത് ഡിഫൻസ് സെക്ടറാണ്. അപ്പോൾ പബ്ലിക് സെക്ടർ കമ്പനീസിനകത്ത് കുറച്ചുണ്ട് കേട്ടോ. ONGC ഉണ്ട്, കുറച്ചധികം ഉണ്ട്. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു കുറച്ച് ഒരു 8-10 ഒരു സെറ്റ് ഓഫ് കമ്പനീസ് ഉണ്ട്. അതിനുള്ളിൽ ഞാൻ ഏത് എന്ന് പറയുന്നില്ല, എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന കുറച്ച് സ്റ്റോക്സ് ഞാൻ എടുക്കുന്ന പോർട്ട്ഫോളിയോ ഞാൻ ഷെയർ ചെയ്തേക്കാം. ബട്ട് ഈ ഒരു സെക്ടറിനുള്ളിലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ആദ്യത്തെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു പ്രോഫിറ്റും കിട്ടണം, അതിൻ്റെ കൂടെ ഈ വാർഫിയർ വന്നു കഴിഞ്ഞാലും നമുക്ക് ഡിവിഡൻ്റ് ആയിട്ട് കൂടെ കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കുഷനിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. രണ്ടാമത് അടുത്ത സെക്ടർ എന്ന് പറയുന്നത്, ഒന്ന് ബാങ്കിങ് മേഖലയുണ്ട്, പക്ഷേ അത് ഡൗൺ ആണ്. അതിൻ്റേതായ റീസൺ ഉണ്ട്. മുന്നത്തെ പല വീഡിയോസിലും ഞാനത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. IT സെക്ടർ ചെറുതായിട്ട് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. ഓട്ടോ സെക്ടറിന് വീക്ക്നെസ് ഇല്ലായിരുന്നു, ഈ ഒരു വാർ കാരണം വീഴുന്നതാണ്. സ്റ്റീൽ സെക്ടർ, ഓട്ടോ ദയവേത് ശ്രദ്ധിക്കുക, ഓട്ടോ, സ്റ്റീല് ആൻഡ് ഡിഫൻസ് സെക്ടറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, നമ്മുടെ ഗ്രൂപ്പിനകത്ത് സ്ഥിരം പറയുന്ന 1-2 സ്റ്റോക്സ് ഉണ്ട്. ഒന്ന് BEL, രണ്ടാമത്തെ HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ്. ഈ 2 സ്റ്റോക്സ്, ഇത് രണ്ടും ആണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് അവിടെ വയ്ക്കുക. എല്ലാ സ്റ്റോക്കും ഒരു 5-7% ഡൗൺ വന്നു കഴിഞ്ഞാൽ എൻ്റെ SL ഹിറ്റ് ചെയ്യുകയും ഞാൻ ആ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് ഞാൻ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഓൾറെഡി സ്റ്റീൽ സെക്ടർ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ഇൻവെസ്റ്റഡ് ആണ്. ബാങ്കിങ് സെക്ടറിൽ കുറച്ചുണ്ട്, SBI പോലുള്ള സ്റ്റോക്ക് കയ്യിലുണ്ട്. അടുത്ത് ബിൽഡ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്സ് എന്ന് പറയുന്നത് L&T, BEL, HAL പോലുള്ള സ്റ്റോക്സ്. പിന്നെ ഈ ഡിവിഡൻഡ് തരുന്ന PSU സെക്ടേഴ്സിലുള്ള പബ്ലിക് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഗവൺമെൻറ് കമ്പനീസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള ഡേറ്റാസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ടെലിഗ്രാം ചാനലുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പറോ ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്തെങ്കിലും ഡേറ്റാസ് ഞാൻ തന്നിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി ഡൗട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. എൻ്റെ ടെലിഗ്രാം ചാനലിനുള്ളിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന, നിങ്ങൾക്കും ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, ഏതൊരു ബിഗിനറിനും കംഫർട്ടബിൾ ആകുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ളിൽ കയറാമെന്നുള്ളതാണ്. അതുപോലെ April 1 ആയതുകൊണ്ട് പറയുന്നതാണ്, പുതിയൊരു ബാച്ച്, അടുത്തൊരു സ്റ്റഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് May 1 ചിലപ്പോൾ April ലാസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും അത് പഠിപ്പിക്കുക. പ്രത്യേകിച്ച് ലോങ് ടേം ഇൻവെസ്റ്റിംഗ്, സ്വിംഗ് ട്രേഡിംഗ് പോലുള്ള കോൺസെപ്റ്റ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അതിനകത്ത് ഫോക്കസ് ചെയ്യുക. അതായത് റിസ്ക് ഇല്ലാത്തൊരു മാർക്കറ്റില്ല, റിസ്ക് ഏറ്റവും കുറവുള്ള, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, ഏതൊരു ബിഗിനറിനും ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും അത് കംഫർട്ടബിളി പോവുക. ബാക്കി ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചാറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ഔട്ട്ലൈന്. അപ്പോൾ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടത്തിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഓൾമോസ്റ്റ് 22,800 റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുക. സോ ഇതൊരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ഈ ഒരു ഡബിൾ ബോട്ടത്തിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഓൾമോസ്റ്റ് ഈ ഒരു ലോവർ ഏരിയയിലാണ്, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഏരിയയിലാണ്. സോ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 22 ഇന്ന് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ പോസിറ്റിവിറ്റി നിൽക്കുകയാണെങ്കിൽ 23,000 റേഞ്ചിലേക്ക് മാർക്കറ്റ് കയറി വന്നു കഴിഞ്ഞാൽ ഇതൊരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യും. മാർക്കറ്റിന് ഒരു U ഷേപ്പ്, ഒരു ടേണിംഗ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തേക്കാം. സോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് സെറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ഇതിനകത്ത് പറയാനുള്ള റേഞ്ചസ് 22,700-800 നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ലെവൽസ് 22,720, 22,600 ആണ് ഏറ്റവും മെയിനായിട്ടുള്ള സപ്പോർട്ട്. 22,600, 22,800, 22,960 എന്നിങ്ങനെയുള്ള ലെവൽസ് ഉണ്ട്. 960 കഴിഞ്ഞാൽ 23,100 to 23,240 ആണ് ലെവൽസ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.